So next വരുന്നത് IIR ഫിൽട്ടേഴ്സിൻ്റെ പാരലൽ സ്ട്രക്ചർ. സോ ഇപ്പോൾ പാരലൽ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും നമ്മൾ കാസ്കേഡ് സ്ട്രക്ചറിൽ ഫാക്ടറൈസ് ചെയ്ത പോലെ പാരലൽ സ്ട്രക്ചറിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഓരോ സെറ്റ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഡയറക്റ്റ് ഫോം 2-ൽ റിയലൈസ് ചെയ്ത ശേഷം പാരലലാക്കി കണക്ട് ചെയ്യുക. സോ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻപുട്ട് എല്ലാ ട്രാൻസ്ഫർ ഫംഗ്ഷനും കോമൺ ആയിരിക്കും, ഒരു കോമൺ ഇൻപുട്ട് ആയിരിക്കും. ദെൻ ലാസ്റ്റ് റിയലൈസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ ആഡറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഫൈനൽ YFZ എന്ന് പറയുന്നത്. കാസ്കേഡ് റിയലൈസേഷനിലാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ബ്ലോക്കിൽ XOF കൊടുക്കുന്നു, ലാസ്റ്റ് കിട്ടുന്ന ബ്ലോക്കിൽ നിന്ന് YFZ എടുക്കും. ഇന്റർമീഡിയറ്റ്ലി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടിനെ അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് ഫീഡ് ചെയ്യും. പാരലൽ റിയലൈസേഷൻ ആണെങ്കിൽ താഴെയായിരിക്കും റിയലൈസ് ചെയ്യുന്നത്, എല്ലാത്തിനും സെയിം ഇൻപുട്ടായിരിക്കും കൊടുക്കുന്നത് XOF. ദെൻ ഫൈനൽ റിയലൈസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഏതാണോ ആ ആഡറിൻ്റെ ഔട്ട്പുട്ടായിരിക്കും YFZ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റിയലൈസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, y(n + 1/4 y(n - 1) - 1/8 y(n - 2) = x(n + 3x(n - 1) + 2x(n - 2). അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് YFZ/XOF എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റുക. എന്താണ്, ഓരോന്നിൻ്റെ Z ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം y/x എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ ആണ് തരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യുക, പോളിനോമിയൽ ഡിവിഷൻ പെർഫോം ചെയ്യുക. സോ ഇവിടെ നോക്കുക, പോളിനോമിയൽ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും പോളിനോമിയലിൻ്റെ ഡിഗ്രി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, മുകളിലും താഴെയും സെയിം ഡിഗ്രി പോളിനോമിയലാണ് വരുന്നത്. സോ ഒരു പ്രാവശ്യം പോളിനോമിയൽ ഡിവിഷൻ ചെയ്യുക. സോ പോളിനോമിയൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫാക്ടർ ഓഫ് Z വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ Z⁻²ൻ്റെ പവർ ഉണ്ട്. ഇപ്പോൾ Z⁻²ൻ്റെ ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. 2Z⁻² + 3Z⁻1 + 1 ഡിവൈഡഡ് ബൈ, ഇവിടെയും ഡിനോമിനേറ്ററിലും ഇസഡിൻ്റെ ഹയസ്റ്റ് പവറിന് ഞാൻ ആദ്യം എഴുതിയേക്കുവാണ്, -1/Z⁻² + 1/4 Z⁻1 + 1. സോ ഹയസ്റ്റ് പവർ Z⁻²നെ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. സെയിം ഡിഗ്രി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ പോളിനോമിയൽ ഡിവിഷൻ ഹയസ്റ്റ് പവറിനെ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, സോ എന്ത് വരും, 2 ഡിവൈഡഡ് ബൈ -1/8. സോ എന്താ വരും, -16. സോ അത്രയും മതി. ആ ഒരൊറ്റ കോയിഫിഷ്യൻ്റ്, ആ ഒരു ഹയസ്റ്റ് പവറിൻ്റെ, അതായത് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കുറവും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും കൂടുതലും ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോളിനോമിയൽ ഡിവിഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ മാത്രം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ഡിഗ്രി വരുവാണെങ്കിൽ മാത്രം പോളിനോമിയൽ ഡിവിഷൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യനിൽ കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കുക, ബാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരും, -16 × -1/8 2Z⁻², -16 × 1/4 Z⁻1. So we'll get -4Z⁻1, -16 × 1 -16. So subtract ചെയ്താൽ we'll get 7Z⁻1 + 17. അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. എന്താണ്, കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഡിവൈസർ എന്നുള്ള ഫോമിലേക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. സോ YFZ/XOF നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, -16 + 7Z⁻1 + 17 ഡിവൈഡഡ് ബൈ ഡിവൈസർ 1 + 1/4 Z⁻1 - 1/8 Z⁻². ഇതിൽ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫ്രാക്ഷനിലാണ്. ഓക്കെ, ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ വേണം നിങ്ങൾ ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിനെ നോക്ക്, സമ്മ് 1/4 പ്രോഡക്റ്റ് -1/8. ഏതൊക്കെയാ, -1/4 + 1/2. സോ എങ്ങനെ എഴുതാം, -16 + 7Z⁻1 + 17 ഡിവൈഡഡ് ബൈ 1 - 1/4 Z⁻1 1 + 1/2 Z⁻1. ഡിനോമിനേറ്ററിനെ 2 ഫാക്ടേഴ്സ് ആക്കി മാറ്റി. ഇതിനെ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. സോ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ അതിനെ മാത്രം മതി, -16 അങ്ങനെ തന്നെ ഇട്ടേക്കുക. സോ എന്താ വരും, ലെറ്റ് 7Z⁻1 + 17 അതിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം, A/1 - 1/4 Z⁻1 + B/1 + 1/2 Z⁻1. സോ ഇതിന് എയും ബിയും സോൾവ് ചെയ്യുക.
സോ എയും ബിയും സോൾവ് ചെയ്യുമ്പോഴത്തേനും പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ A15 D2 എന്നും കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് YFZ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? YFZ ബൈ XFZ ഇസ് ഈക്വൽ ടു ഒരു -16 ഇവിടെ കിടപ്പുണ്ട്. -16 പ്ലസ് ഇതെന്താണ് 15 ബൈ 1 മൈനസ് 1/4 ഇസഡ് റേസ് ടു -1 പ്ലസ് 2 ബൈ 1 പ്ലസ് 1/2 ഇസഡ് റേസ് ടു -1. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാനറിയാം. ഓരോന്നിനെ ഡയറക്റ്റ് ഫോം 2ൽ റിയലൈസ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ റിയലൈസ് ചെയ്യുന്നത് നോക്കിയേ. ആ വെളിയിൽ കിടക്കുന്ന കോയിഫിഷ്യൻ്റ് അവിടെ തന്നെ ഇട്ടേക്കുക, മറന്നു പോരുത്, അതങ്ങനെ തന്നെ ഇട്ടേക്കുക. റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനെ റിയലൈസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ 15 ബൈ 1 മൈനസ് 1/4 ഇസഡ് റേസ് ടു -1. അപ്പോൾ സാധാരണ നമ്മൾ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ എങ്ങനെയായിരുന്നു? ആഡർ ഡിലേ ആഡർ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനകത്ത് ആഡർ വരയ്ക്കുമ്പോഴത്തേന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാ പോളിനോമിയലിലും നമുക്ക് ചിലപ്പോൾ ആഡറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആഡറിന് ആവശ്യം വരത്തില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം വരയ്ക്കാൻ. നിങ്ങൾ ബെറ്റർ പെൻസിലിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. പേനയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ മായ്ച്ച് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ കാസ്കേഡും പാരലൽ റിയലൈസേഷൻ നിങ്ങൾ പെൻസിലിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നോക്കിയേ. 15ഉം 1 മൈനസ് 1/4 ഇസഡ് റേസ് ടു -1. അപ്പോൾ ഇവിടെ നോക്കിയേ ഡിനോമിനേറ്ററിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1ഉം 1/4 അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ആഡറിൻ്റെ ആവശ്യം വരും. ഫസ്റ്റ് സ്റ്റേജിൽ ആഡറിൻ്റെ ആവശ്യം വരും. കാരണം ലെഫ്റ്റ് സൈഡാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എങ്ങനെ വരയ്ക്കുക? ആദ്യത്തതിന് ഒരു ആഡർ വരയ്ക്കുക. ദെൻ ഔട്ട്പുട്ട് സ്റ്റേജിൽ ആഡർ വരയ്ക്കുക. എത്ര ഡിലേ എലമെൻറ്റ് വേണം? ഒറ്റ ഡിലേ ഉള്ളൂ, ഒറ്റ ഫാക്ടറേ ഉള്ളൂ. സോ ഇസഡ് റേസ് ടു -1. ഓക്കെ, സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്താണ്? 1ഉം -1/4. സോ 1 എന്ന് പറയുന്നത് ഇവിടെയും -1/4 എന്ന് പറയുന്നത് +1/4 ആയിരിക്കും ടുവേർഡ്സ് ദി ലെഫ്റ്റ് സൈഡ്. സോ 1/4. സോ ഇതിനെ ഈ ആഡറിലേക്ക് എടുത്തു കൊടുക്കുക. ഓക്കെ, സോ ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന ആരാണ്? x(z) ആണ് അല്ലേ. x(z) ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ ന്യൂമറേറ്റർ എന്താണ്? 15. സോ 15 എന്ന് പറയുന്ന കോയിഫിഷ്യൻ്റ് എവിടെ ആയിരിക്കും? ഇവിടെയാണ് 15 വരുന്നത്. സോ ടുവേർഡ്സ് ദിസ് ആഡർ ഇൻപുട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട. പാരലൽ റിയലൈസേഷൻ എന്താ പറയണേ? ലാസ്റ്റ് റിയലൈസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആഡറിൻ്റെ ഔട്ട്പുട്ടാണ് YFZ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിനെ റിയലൈസ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജ് ആഡറിൻ്റെ ഔട്ടായിരിക്കും YFZ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഔട്ട് വരയ്ക്കരുത്. ഓക്കെ, ഇൻപുട്ട് മാത്രം XFZ കൊടുക്കുക. ഇനി അടുത്ത ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിയലൈസ് ചെയ്യുക. സോ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇതുപോലെ തന്നെയാണ്. എന്താണ്? ഒരു ആഡർ വരും, ദെൻ വീണ്ടും ഔട്ട്പുട്ട് സൈഡിൽ ഒരു ആഡർ വരും, ദെൻ നടുക്ക് ഒരു ഡിലേ എലമെൻറ്റ് ഇസഡ് റേസ് ടു -1. ഇവിടെ എന്തൊക്കെയാണ്? 1ഉം 1/2ഉം. സോ ഡയഗ്രത്തിലോട്ട് പോകുമ്പോൾ 1ഉം അത് -1/2 ആയിട്ട് മാറും. ഓക്കെ, സോ ഇതിനെ ആഡറിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ കൊടുക്കുന്നതും എന്ത് തന്നെയാണ്? XFZ തന്നെയാണ്. സോ സെപ്പറേറ്റ് XFZ എന്ന് കാണിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ബ്രാഞ്ച് അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, സോ കോമൺ XFZ കൊടുക്കുക. ഓക്കെ ആണല്ലോ. സോ ഈ XFZ ഫസ്റ്റ് H1 കോമൺ ആയിരുന്നു, H2 കോമൺ ആയിരുന്നു. ഓക്കെ, ദെൻ ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താണ്? 2. സോ ആ +2 ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിയലൈസ് ചെയ്തു. ഇനിയുള്ളത് കോയിഫിഷ്യൻ്റ് എന്താണ്? -16. ഓക്കെ, അപ്പോൾ ഈ -16 നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട. നിങ്ങളിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? YFZ ഇസ് ഈക്വൽ ടു -16 ഇൻറ്റു XFZ പ്ലസ് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു XFZ പ്ലസ് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു XFZ. അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ആക്ച്വലി -16ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു XFZ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ -16 നിങ്ങൾ ആക്ച്വലി വരയ്ക്കാനുള്ളത് ഇവിടെ നിന്നൊരു ബ്രാഞ്ച് എടുത്ത ശേഷം ആ ബ്രാഞ്ചിനെ എങ്ങോട്ടേക്ക് ഫീഡ് ചെയ്യുക? ഈ ആഡറിലേക്ക് എടുത്തു കൊടുക്കുക വിത്ത് -16 ആസ് ദി മൾട്ടിപ്ലൈയിങ് കോയിഫിഷ്യൻറ്റ്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ പോളിനോമിയൽ ഡിവിഷൻ ചെയ്ത ശേഷമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഫോമിലാണ് നമ്മൾ YFZ ബൈ XFZ റിയലൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്ത ആ കോയിഫിഷ്യൻ്റ് വരുന്നത് ഏറ്റവും മുകളിലത്തെ ബ്രാഞ്ചിലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ആഡറിൽ നോക്കുക, ഈ ആഡറിന് 2 ഇൻപുട്ട് കൊടുത്തു. സോ ഇതിൻ്റെ ഔട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ആഡറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ അങ്ങ് ഫീഡ് ചെയ്തു. ഇപ്പോൾ ഈ ആഡറിനും 2 ഔട്ടായി. ഈ ആഡറിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? YFZ.
ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ -16 എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇവിടുത്തെ ആഡറിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ മുകളിലത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം എല്ലാം അഡിഷൻ ആണല്ലേ. അപ്പോൾ ഈ -16 നിങ്ങൾ മുകളിൽ കാണിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കൂടെ എടുത്ത് ഈ ആഡറിൽ കൊടുക്കാം. അപ്പോൾ ഔട്ട് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ആഡറിൽ നിന്നായിരിക്കും എന്നേ ഉള്ളൂ. അതാണ് വ്യത്യാസം. സോ നമുക്ക് സ്ട്രക്ചർ വൈസ് വരയ്ക്കാൻ എളുപ്പം മുകളിലോട്ട് എടുത്ത് കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിൽ കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിയലൈസ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ഓർഡർ ഒന്നുമില്ല. വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പാരലൽ സ്ട്രക്ചറിൽ റിയലൈസ് ചെയ്യാം. പക്ഷെ വരയ്ക്കുമ്പോൾ കാസ്കേഡ് ആണെങ്കിൽ നേരെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിയലൈസ് ചെയ്ത് പോകണം. കാരണം ഒരെണ്ണത്തിൻ്റെ ഔട്ടാണ് അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. പാരലൽ കൊടുക്കുമ്പോൾ താഴെ വരയ്ക്കണം, കാരണം എല്ലാത്തിനും കോമൺ ഇൻപുട്ടാണ്. അതുകൊണ്ട് താഴെ വരയ്ക്കണം. ഓക്കെ, സോ ഇതാണ് പാരലൽ റിയലൈസേഷൻ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. സോ ഇതിൽ പാരലൽ റിയലൈസേഷനിൽ നിങ്ങൾക്ക് പോളിനോമിയൽ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി ഫാക്ടേഴ്സ് ആക്കി തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, മുകളിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ z⁻² ആണ് പവർ വരുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ z⁻3. സോ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനെക്കാട്ടിലും കുറവാണ്. സോ നമുക്ക് അവിടെ പോളിനോമിയൽ ഡിവിഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. സോ എച്ച് ഓഫ് ഇസഡിനെ 3 ഫാക്ടേഴ്സ്, ഡിനോമിനേറ്ററിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്. സോ 3 പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പോളിനോമിയൽ വാല്യൂ. നിങ്ങൾ എടുക്കുന്ന ഫാക്ടേഴ്സ് അനുസരിച്ച് മാറും. ഒരു കോയിഫിഷ്യൻ്റ് 30, ഒരെണ്ണം -128, ഒരെണ്ണം 99 എന്ന് കിട്ടും. ഓക്കെ, സോ 3 ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പോളിനോമിയൽ ഡിവിഷൻ ചെയ്യാത്തത് കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തില്ല? ഒരു എക്സ്ട്രാ കോയിഫിഷ്യൻ്റ് ഇല്ല. അപ്പം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ പോലുള്ള മുകളിലത്തെ ബ്രാഞ്ച് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇങ്ങനെ പോളിനോമിയൽ ഫാക്ടറൈസേഷൻ നമ്മൾ ഡയറക്റ്റ്ലി ഫാക്ടറൈസേഷനാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും നമുക്ക് വേണ്ട ആഡേഴ്സിൻ്റെ എണ്ണം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് സാധാരണ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറിൽ ചെയ്യുന്ന പോലെ എല്ലാ ആഡേഴ്സിൻ്റെയും ആവശ്യം ചിലപ്പോൾ വരത്തില്ല. അപ്പോൾ അത് നോക്കി വേണം ആഡേഴ്സിനെ വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ നോക്കാം. 30, അതായത് ഔട്ട്പുട്ട് സ്റ്റേജിലെ ആഡേഴ്സ് വരയ്ക്കാതെ ആദ്യം റിയലൈസ് ചെയ്യാം. ആദ്യത്തെ ഫാക്ടർ നോക്കാം. 30 ഡിവൈഡഡ് ബൈ 1 + 1/2 z⁻⁻1. സോ കോമൺ ഇൻപുട്ടാണ്. എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു കോമൺ ഇൻപുട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ആഡർ വെച്ചു. ദെൻ ഫൈനൽ സ്റ്റേജ് ആഡർ ഇപ്പം നിങ്ങൾ വരയ്ക്കേണ്ട. പാരലൽ സ്ട്രക്ചറിൽ ഫൈനൽ ആഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. ഓക്കെ, സോ എത്ര ഡിലേ ആ വേണ്ടേ? നമുക്ക് താഴെ z⁻⁻1 ആണ്. അപ്പോൾ ഒറ്റ ഡിലേയുടെ ആവശ്യമേ ഉള്ളൂ. സോ നടുക്ക് എന്ത് ചെയ്യുക? ഒരു ഡിലേ വരയ്ക്കുക, z⁻⁻1. ഇതിൻ്റെ റിയലൈസേഷൻ എങ്ങനെയാണ്? 1ഉം 1/2 ഡിനോമിനേറ്റർ. അപ്പോൾ റിയലൈസേഷനിൽ പോകുമ്പോൾ അത് 1ഉം -1/2 ആയിട്ട് മാറും. സോ അതിന് ഈ ബ്രാഞ്ചിലേക്ക് കൊടുക്കുക. ദെൻ ന്യൂമറേറ്റർ എന്താ വരും? 30. ആ 30 എവിടെ മാർക്ക് ചെയ്യുക? ഇവിടെ മാർക്ക് ചെയ്യുക. സോ ദിസ് ഇസ് h1 ഓഫ് z. അടുത്ത h2വും അതേ ഫോമാറ്റിൽ തന്നെയാണ്. എന്താണ്? ഒരു ആഡർ, ദെൻ ഇവിടെ നമുക്കൊരു z⁻⁻1 ഒരു ഡിഗ്രിയേ ഉള്ളൂ. സോ z⁻⁻1 മാർക്ക് ചെയ്യുന്ന 1ഉം 1/3. അപ്പോൾ അത് ഡയഗ്രത്തിലേക്ക് പോകുമ്പോൾ 1ഉം -1/3 ആയിട്ട് മാറും. സോ ഈ ആഡറിലേക്ക് കൊടുക്കുക. കോമൺ ഇൻപുട്ടാണ്. സോ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ബ്രാഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സ് ഓഫ് ഇസഡ്. ദെൻ ഇനി അടുത്തത് ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് -128. സോ ആ -128 ഇവിടെ മാർക്ക് ചെയ്യുക, -128. ദെൻ അടുത്ത ഇനി 99/1 + 1/4 z⁻⁻1. സോ അതും എങ്ങനെയാണ്? ഒരു ആഡർ വരയ്ക്കുക. ദെൻ ഇവിടെ ഒരു ഡിലേ z⁻⁻1. കോയിഫിഷ്യൻ്റ് ഏതൊക്കെയാണ്? 1ഉം 1/4. സോ അത് ഡയഗ്രത്തിൽ പോകുമ്പോൾ 1ഉം -1/4 കൊടുക്കുക. കോമൺ ഇൻപുട്ടാണ്. സോ ഇതിനെ ബ്രാഞ്ച് ചെയ്യുക, എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് +99. ഓക്കെ, ഇനി അഡീഷൻ ഏതൊക്കെയാണ്? നമുക്ക് ഒരു ആഡറിൽ 2 ഇൻപുട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി ഇവിടെ ഒരു ആഡർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ആഡർ വരച്ചു കഴിഞ്ഞാൽ ഈ ഇൻപുട്ടും ഇതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സ്ട്രക്ചറിൽ എന്ത് വേണ്ടായിരുന്നു? നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു ആഡറിൻ്റെ ആവശ്യം വന്നില്ല. ഓക്കെ, അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ ആഡേഴ്സ് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഇവിടെ ആഡ് ചെയ്തു. ദെൻ ഈ ആഡറിൻ്റെ ഔട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇവിടെ ഒരു ആഡർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് എടുത്ത് ഇതിലേക്ക് കൊടുക്കാം. ദെൻ ഈ ആഡറിൻ്റെ ഔട്ട് എന്ന് പറയുന്നതാണ് y ഓഫ് z.
ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം. ഏതാണ്? ഇതും കൂടി ആഡ് ചെയ്തിട്ട് മുകളിലോട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ആഡറിൻ്റെ ആവശ്യം വരത്തില്ല അല്ലേ. ഈ സിഗ്നലും ഇതും കൂടി അടുത്ത് ഇവിടെ ഒരു ആഡർ വെച്ചു, ആ ആഡറിൻ്റെ ഔട്ട് എടുത്ത് വീണ്ടും ഇവിടെ ഒരു ആഡർ വെച്ചിട്ട് ഇവിടെ നിന്ന് YFZ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയാണോ ആഡർ വെക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, സോ XFZ കോമൺ ആയിരിക്കും. YFZ എന്ന് പറയുന്ന ലാസ്റ്റ് റിയലൈസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ റിയലൈസേഷൻ പോലെ നിങ്ങളുടെ ഔചിത്യം അനുസരിച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ പാരലൽ സ്ട്രക്ചറിൽ എപ്പോഴും വരയ്ക്കുമ്പോൾ ഔട്ട്പുട്ടിൽ വേണ്ട ആഡർ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കിന് ആഡറിൻ്റെ ആവശ്യം വരത്തില്ല. ഇനി സപ്പോസ് നിങ്ങളിവിടെ ഒരു പോളിനോമിയൽ ഡിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കോയിഫിഷ്യൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു? ഇവിടെ ഒരു ആഡർ വേണം. കാരണം ആ കോയിഫിഷ്യൻ നമ്മൾ മുകളിൽ കൂടെ ബ്രാഞ്ച് ചെയ്ത് ഇവിടെ കൊടുക്കും. അതുകൊണ്ട് ആഡർ വേണ്ടി വരും. ഇപ്പോൾ അവിടെ ആ കോയിഫിഷ്യൻ്റ് ഇല്ലാത്തത് കാരണം നമുക്ക് ഇവിടെ ഉള്ള ഒരു ഹാർഡ്വെയർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനെ ആഡ് ചെയ്ത് YFZ എടുക്കാം. സോ ഇതാണ് പാരലൽ റിയലൈസേഷൻ. അപ്പോൾ ഇതുകൂടെ ആകുമ്പോഴത്തേനും IAR സ്ട്രക്ചേഴ്സിന് 4 റിയലൈസേഷൻസ് കംപ്ലീറ്റ് ആവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ബാക്കിയുള്ള 2 റിയലൈസേഷൻസും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക.